part of the Fairmont chain. They've got a couple of courses. One's called the Torrance, designed by Sam Torrance, one of the famous golfers, Ryder Cup captain. And if you can put St Andrews in front of the name of your golf course, it's good for business. Anyway, there are about 9 golf courses in and around St Andrews. Most of them are all links. Now you can see what remains of the cathedral ahead of us. You also see another little Abbey Street square tower. It's called St Rule's Kirk. So it was another church that's actually older than the cathedral, I think, 1150. Yeah, little church right next to a cathedral. It's madness. But you can go up the top of that, you can see a few people up with the flags out. Tickets are just a few pounds. പഴയ ആബിയാണൊക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കണം. അവിടുത്തെ ഈ ആബിയാണൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവൻ beautiful views out over the town. Traffic lights. And this is North Street, just where those people are. You see a little cafe called North Point. This is where Kate and Rowan used to meet for a cuppa. That way as well. ഈ ഹാർബറും It's public land, so you can walk over it. But people walk with dogs. You could hang your laundry out on the old course. Streets interconnecting one, so you left here. Sainsbury's, local little supermarket. Nando's if you like chicken. Central do nice pub meals. ഇതൊരു മാർക്കറ്റാണ്. ഇവിടെ ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. കോസ്റ്റ കാഫി, സബ്വേ ഉണ്ട്, Fish and Donaldson's for dessert, a little cake. To the right there you've got the Doll's House, nice food, terrible service. Domino's. The public toilets just behind that. This is the Holy Trinity Church. Holy Trinity Church kicked off. And also there's a few places along there. Trinity Church ആണ് ഈ കാണുന്നത്. Holy Trinity Church. There's a nice pizzeria in there. This is Trinity Church. Indian restaurant where Prince William ate once. Royal Bank of Scotland. No. വിളിക്കാം അത് മതി. ഇതെന്താണ്? ഇത് ഹാർബർ ഈസ്റ്റ് സ്റ്റാൻഡ്സ്. അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഉണ്ടാവും. ആദ്യം ഇത് കത്തീഡ്രല്, ഇത് മുമ്പ് വലിയ കത്തീഡ്രലായിരുന്നു. ഇത് കണ്ടോ, അതിൻ്റെ ഹൈറ്റൊക്കെ കണ്ടില്ലേ? പക്ഷേ ഇത് പിൽക്കാലത്ത് ഈ റോമൻസും മറ്റേ കാത്തലിക്സും അങ്ങനെയുള്ള കുറേ ആൾക്കാരും ഒക്കെ കൂടിയുള്ള തമ്മിത്തല്ലും ഒക്കെ ആയിട്ട് ഇത് മുഴുവൻ പൊളിച്ചിപ്പോൾ ഒന്നും ഇല്ലാണ്ടേ ഇങ്ങനെയായി കണ്ടീഷൻ. കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ അത് പള്ളിയായിരുന്നു ആദ്യം. കണ്ടില്ലേ, ഇത് പൊളിച്ച് നാശമായി, നാമാവിശേഷമായി. ഇത് ഒന്നുമില്ലാണ്ടേ. ഇപ്പം അത് ഇവർ $7 കാശും മേടിച്ചിട്ട് ഇതിന്ന് കാശുണ്ടാക്കുകയാണ്. ഈ പൊട്ടിപ്പൊളിഞ്ഞ സ്മാരകത്തിൽ നിന്ന് കാശുണ്ടാക്കുകയാണ്. $7 ഉള്ളിൽ കിടക്കുക, 7 പൗണ്ട്, അതായത് 700 രൂപ, ഇന്ത്യൻ രൂപ എടുക്കുകയാണെങ്കിൽ. ഇതാണ് ഇത് കാസിൽ. കാസിൽ എന്ന് പറഞ്ഞാൽ കോട്ട എന്നാണ് അർത്ഥം. അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു, മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കും.
ഇത് പണ്ട് ഈ നോർത്ത് സൈഡിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോർത്ത് സീയുടെ ഭാഗത്ത് കെട്ടിയിട്ടുള്ളൊരു കോട്ടയാണ്. ഇവർക്ക് പറയുന്ന ഇവരുടെ റോമൻകാർ ഈ ബ്രിട്ടീഷുകാരെ ഭരിച്ചിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിനെ പറയുന്നത് ഇംഗ്ലണ്ട് എന്നല്ല, ശരിക്ക് ആംഗ്ലണ്ട് ആണ്. പിന്നീടാണ് അത് ഇംഗ്ലണ്ട് എന്നുള്ള പ്രൊനൗൺസിയേഷൻ വന്നതെന്നാണ് അവർ പറയുന്നത്. ഇത് റോമക്കാർ പിന്നെ അവർ ബ്ലാക്ക് ടൈം എന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് ഈ റോമക്കാർ ഭരിച്ചിട്ടുണ്ടായിരുന്ന സമയത്തിന്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് കാത്തലിക്സിൻ്റെ ഈ ഇപ്പോൾ കണ്ടിട്ടുള്ള ചർച്ചും അതേമാതിരി ഈ കാസിലും ഒക്കെ ആ കത്തീഡ്രലും ഈ കാസിലും ഒക്കെ കാത്തലിക്സിൻ്റെ ആയിരുന്നു. പക്ഷേ പ്രൊട്ടസ്റ്റൻ്റുകാർ വന്നിട്ട് അവരിവിടെ വന്ന് തല്ലിയിട്ട് ഇവിടെ വന്നു. പക്ഷേ ഇവിടെയുള്ള കർദിനാൾ എന്ത് ചോദിച്ചാൽ ആ പ്രൊട്ടസ്റ്റൻ്റിൻ്റെ ആളെ കൊന്നു കെട്ടിത്തൂക്കി. പക്ഷേ അതിന് പകരം തീർക്കാൻ വേണ്ടി അയാളുടെ ഫ്രണ്ട്സും ഒക്കെ കൂടി വന്നിട്ട് ഇത് മുഴുവൻ തല്ലി തകർത്ത് അവരുടെ കത്തീഡ്രലിലും ഈ കാസിലും ഒക്കെ തല്ലി തകർത്ത് നാമാവിശേഷമാക്കി. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ നശിച്ചു പോയത് പറയാം. അതായത് കാത്തലിക്സും പ്രൊട്ടസ്റ്റൻറ്റും തമ്മിലുള്ള തമ്മിലാണ് ഇതൊക്കെ നശിച്ചു പോയത്. The king, so he looked after all the birds. Made a queen of Scots. She used to fly in Ireland. It's the lightest bird of prey we have. And then the Bruce, it used to be called the Hunting Lodge. 16 of Whites. Where you going for a wee hike? Maspy House. Yeah. And it was pretty much a ruin, and they were going to demolish it. And my dad saved it. He bought it over, and with my great uncle Tom, who was a stonemason, they rebuilt it. My dad built a spiral staircase inside. Oh, great. And this was my house when we were growing up. Oh, that's cool. Four stories. Our bedrooms were up top. We used to have sword fights in the battlements. The garden was so big. We used to have a little potting green in the garden, cherry trees, and strawberries and raspberries. Now, does anybody live in there now? Well, life was sweet, and one day we were up. Give me one hour and a half. ഫാൾക്ക്ലാൻഡ് എന്നാണ് നമ്മുടെ ഗൈഡിൻ്റെ വീടൊക്കെയാണ് അയാൾ കാണിച്ചു തരുന്നത്. അയാൾ താമസിച്ച വീടും അയാളുടെ ഇതൊക്കെ ഇവിടെ ഒക്കെയാണ് അയാൾ കാണിച്ചു തരുന്നത്. അങ്ങേര് ഈ ഇവിടെ ഓടിക്കളിച്ച് നടന്നിട്ടുണ്ടായിരുന്നതാണ്. അയാളുടെ അച്ഛൻ ആ വീട് വിറ്റു, ഇംഗ്ലീഷ് രണ്ടാൾക്കാർ വന്നപ്പോൾ എനിക്ക് വിറ്റു എന്നൊക്കെയാണ് അങ്ങേര് പറയുന്നത്. വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. അങ്ങേര് വളരെ നമ്മുടെ ആ ഗൈഡ് ഇവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. നല്ലൊരു വില്ലേജ്. Behind us you can see the War Memorial. Yeah. We're one of the few villages that didn't have one. There used to be just a little plaque. ഇതൊരു മറ്റേ വീവിങ് വില്ലേജാണ്. നെയ്ത്തുകാർ താമസിച്ചിട്ടുണ്ടായിരുന്നതാണ് എന്നാണ് പറയുന്നത്. ഇത് വാർ മെമ്മോറിയൽ, ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്ത ആൾക്കാരുടെ ലിസ്റ്റാണിത്. ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്ത ആൾക്കാരുടെ ലിസ്റ്റാണ് എന്ന് പറയുന്നത്. യൂറോപ്യൻ ഒരു മണിക്കൂർ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഫാൾക്ക്ലാൻഡ് പാരിഷ് ചർച്ച് ഓഫ് സ്കോട്ട്ലാൻഡ്. എന്താ ഹൈറ്റ് കണ്ടില്ലേ? ഒരു 10 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട്. നോക്കൂ, അറ്റം നീ എത്തിയിട്ടില്ല. ഇതാണ് ഒരു ഫാൾക്ക്ലാൻഡ് കാസിൽ.
ആളിതിൻ്റെ ഉള്ളിൽ. ഫോർത്ത് റിവർ അതിൽ കെട്ടിയിട്ടുള്ള ബ്രിഡ്ജാണത്.